സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. അതായത് നമ്മുടെ പ്രേം നസീർ, അനുഗ്രഹീതനായ അല്ലെങ്കിൽ നമ്മുടെ നിത്യഹരിത നായകനായിട്ടുള്ള പ്രേം നസീർ സാറിനെ പറ്റി നമ്മുടെ ടിനി ടോം, അതായത് മലയാളത്തിൽ അല്ലെങ്കിൽ മര്യാദയ്ക്കൊരു മിമിക്രി പോലും ചെയ്യാൻ അറിയാത്ത മലയാളത്തിലുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സ്റ്റേജ് ഷോകളിലൊക്കെ പരിപാടികൾ ചെയ്യുന്ന സ്വന്തം സൗണ്ടിൽ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എല്ലാ ശബ്ദം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു അതുല്യനായ ഒരു കലാകാരൻ പറഞ്ഞൊരു കാര്യമാണ് പ്രേം നസീർ എന്ന് പറയുന്ന ആ അതുല്യ നടൻ അല്ലെങ്കിൽ ആ ഒരു നിത്യഹരിത നായകൻ അദ്ദേഹം മരണമടഞ്ഞത് വിഷമം കൊണ്ടാണെന്ന്. അദ്ദേഹത്തിന് സിനിമകളൊന്നും കിട്ടാതെ വിഷമിച്ച് കരഞ്ഞാണ് അദ്ദേഹം മരിച്ചതെന്ന് ഈ പറയുന്ന ടിനി ടോമിന് അറിയായിരുന്നു അത്രേ. അതല്ലാതെ ടിനി ടോമിനെ വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. ടിനി ടോം പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് ഈ പറയുന്ന പ്രേം നസീർ തനിക്ക് അടുത്തറിയാവുന്ന ഒരാളാണ്. ഈ പ്രേം നസീർ മരിച്ചത് അദ്ദേഹത്തിന് ഒരു സിനിമയും കിട്ടാതായി, അവസാന കാലഘട്ടങ്ങളിൽ ഒരു സിനിമയും കിട്ടാതായി, അതിൻ്റെ നല്ല മനോവിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ടിനി ടോം പറയുന്നത്. ഈ പറഞ്ഞൊരു പരാമർശത്തിനെ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ആ ഏറ്റെടുത്ത ആളുകൾ തന്നെ ഈ പറയുന്ന സിനിമയ്ക്കകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ആളുകളും ടിനി ടോമിനെ എടുത്ത് പൊങ്കാലിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ടിനി ടോം ഇപ്പോൾ എയറിലാണ്, ഇപ്പോൾ യു കെയിലാണ് ഇരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എയറിലായി ഇപ്പോൾ യു കെ പോയിരിപ്പുണ്ട്. അപ്പോൾ ഒരു കാര്യം അറിയാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ ടിനി ടോമിനെ കുറ്റം പറയാൻ ഞാനും ഒരാളല്ല, പക്ഷേ ടിനി ടോം പറഞ്ഞൊരു കാര്യം, ഈ ഒരു പ്രസ്താവന, അത് കലാകാരന്മാർക്കിടയിൽ ഒരു കലാകാരൻ ഒരു ഉയർന്നു കയറി വരുമ്പോൾ അവന് സിനിമയോ അവൻ ഏതെങ്കിലും ഒരു തലത്തിൽ അവൻ മികച്ച ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളായിക്കോട്ടെ. ഇതിന് പ്രേം നസീർ എന്ന് പറയുന്നൊരു വ്യക്തി സിനിമാ നടനായിരുന്നു. ഈ ടിനി ടോം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് ലെവലിലും, അത് ഏതൊരു കാര്യം, തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഒരു തൊഴിലാണല്ലോ. ഇപ്പോൾ മിമിക്രി ആയാലും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന എല്ലാ ഒരു ജോലിയാണ്. അപ്പം മിമിക്രി എന്ന് പറയുമ്പോൾ അവർ കലാകാരനായിട്ട് തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന, ജന്മന അതിനെപ്പറ്റി ആഗ്രഹമുള്ള, അല്ലെങ്കിൽ പിന്നീട് പെട്ടെന്നൊരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ആഗ്രഹം തോന്നി ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ മിമിക്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ, ആ മിമിക്രി ചെയ്ത് പോകുമ്പോൾ തന്നേക്കാൾ മെച്ചപ്പെട്ട ആളുകൾ വേറെ ലെവലിൽ നിന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആളുകൾ ഒന്ന് തഴയപ്പെടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഒന്ന് പിന്നോക്കം നിൽക്കാം. എന്തുകൊണ്ടാണ്? പുതിയ കാര്യങ്ങളെപ്പറ്റി അപ് ടു ഡേറ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നിലേക്ക് തഴയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ പുതിയ വരുന്ന ആളുകൾ മുന്നിലേക്ക് കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ കഴിവ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് പോകുന്നതിലല്ല, എൻ്റെ കഴിവ് ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നിലേക്ക് വരുന്നതിലാണ് കാര്യം. ഇപ്പോൾ ടിനി ടോം പറഞ്ഞത് ടിനി ടോമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എവിടെ പോയാലും ചെയ്യുന്ന സൗണ്ട്, ബിലാലിൻ്റെ സൗണ്ട്, മോഹൻലാലിൻ്റെ സൗണ്ട്, അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നിനും ഒരു പെർഫെക്ഷൻ ഇല്ല. അതേസമയം ടിനി ടോമിനെക്കാളും പുതിയതായിട്ട് വന്നിട്ടുള്ള, ടിനി ടോം വർഷങ്ങൾക്ക് മുൻപേ സിനിമയിലുണ്ട്, മിമിക്രി രംഗത്തുണ്ട്, സ്റ്റേജ് ഷോകളിലെല്ലാം നേരത്തെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടിനി ടോമിനിടയിലേക്ക് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോൻ, അങ്ങനെയുള്ള മിമിക്രി ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട്. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അശ്വന്ത് അനിൽകുമാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂലി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും, ഞാനും മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഞാനും ഇപ്പം മിമിക്രി അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ നിർത്തി. ഇപ്പം ഈ പറയുന്ന ഇതുപോലെ കോൺട്രവേഴ്സി, അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ മിമിക്രി ചെയ്യുന്നത് ഞാൻ നിർത്തിയതല്ല. എന്താ വെച്ചാൽ പുതിയ ആളുകൾ കയറി വന്നപ്പോൾ അവർക്കൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊപ്പം നമ്മൾ നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മളോട് അപ്ഡേറ്റഡ് ആവണം. ജോലി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അതിനുവേണ്ടി കോൺസെൻട്രേറ്റഡ് ആയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടിനി ടോമിൻ്റെ ഉള്ളിലെ വിഷമം, ടിനി ടോമിന് അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടിനി ടോമിനെ ആരും വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ടിനി ടോമിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നമ്മൾക്കറിയാം, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയി പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ പറയും, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ്. നമ്മൾ ആരും പറയും ഇല്ല, വീട്ടിൽ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് ഉള്ളതാണെന്ന് ചോദിക്കാൻ നമ്മൾ പറയും, എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ കൂട്ടുകാരൻ ആ കണ്ണന് എത്ര മാർക്കേ ഉള്ളൂ, എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലെ വലിയ പഠിപ്പിച്ചിട്ടുള്ളവൻ എത്ര മാർക്കേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ ടിനി ടോം പ്രേം നസീറിനെ വെച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താ, പ്രേം നസീറിന് സിനിമയൊന്നും ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെയാണ് എനിക്കും അത് സിനിമയിലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെയാണ്. പണ്ട് പ്രേം നസീറിന് ഇതുപോലെയായിരുന്നു, ആ അവസ്ഥയാണ് എനിക്ക് ഇന്നെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന നമ്മുടെ ടിനി ടോം പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അവൻ്റെ കുടുംബമോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ള വിഷമം കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ടിനി ടോം ഈ പറയുന്ന പ്രേം നസീറിനെ പറ്റി പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ അതിൽ നിന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടിനി ടോമിൻ്റെ മാപ്പ് അപേക്ഷയുമായിട്ടുള്ളൊരു വീഡിയോ കൂടെ ഉണ്ട്, മെഴുകലുണ്ട്, അതുകൂടെ നമുക്ക് കണ്ടു നോക്കാം. ആണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്, ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു, അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞത്. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിമില്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമോനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ച് കൊടുത്തു. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അത് കാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാണ്ടുള്ള ആംബിയൻസ് കൊടുത്തു. അപ്പം
നമ്മൾ എപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതില്ല. നമ്മൾ നാളെ നാളെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റായിരിക്കും നമ്മൾ നടത്തുന്നത്, ചിലപ്പോൾ നാളെ ചായ കൊടുക്കാനായിരിക്കും വരുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും ഡിപ്രസ്ഡ് ആവും. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ. ഇതാണ് പ്രേം നസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞൊരു കാര്യം. അതായത് പ്രേം നസീർ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സിനിമ ഇല്ലാതെ വിഷമിച്ച് മനം നൊന്താണ് മരിച്ചതെന്ന്. അതും ഈ പറയുന്ന പ്രേം നസീറിനെ പറ്റി ടിനി ടോമിന് അറിയാവുന്ന കാര്യങ്ങളല്ല, ടിനി ടോമിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത് ടിനി ടോമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ടിനി ടോം അതിന് കുറച്ച് എരിവും പുളിയും ചേർത്തിട്ട് അതിൽ ഈ പറയുന്ന കുറച്ച് ഡിപ്രഷനൊക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. ആ വിഷമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ ടിനി ടോം പറഞ്ഞു വെക്കുന്നത്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ പരിപാടിയൊക്കെ ചെയ്ത് പൊട്ട പരിപാടി ചെയ്തൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചെറിയൊരു ഈ പറയുന്ന ഒരു ഞൊരപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞ ഞൊരപ്പാണ്, മറ്റേ കുന്തളിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യമാണ് ഈ പറയുന്ന ടിനി ടോം കാണിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പ്രേം നസീറിനെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീറിനെ ആരാധിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും. അതായത് പണ്ടേ സിനിമയിൽ വന്ന് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ അത് തന്നെയാണ് സത്യം. പ്രേം നസീറിനെ അംഗീകരിക്കുന്ന, പ്രേം നസീറിനെ ആരാധിക്കുന്ന എത്രയോ ആളുകളാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ 80s 70s 60s ഒന്നും അല്ല കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഈ 90s കിഡ്സും അതേപോലെ തന്നെ 2K കിഡ്സും ഒക്കെയാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും അന്ന് മുതൽ ഇന്ന് വരെയും ഈ പറയുന്ന പ്രേം നസീർ എന്ന് പറയുന്ന വ്യക്തിയെ ഏത് രീതിയിലാണോ ആരാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ ആളുകളും ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, പ്രേം നസീറിനെ പറ്റി പറയാൻ നിനക്കെന്താണ് അധികാരം എന്നുള്ളത്. ഈ കല എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് അല്ലേ. ആ ഒരു ശബ്ദം എന്ന് പറയുന്നത്, ആ ഒരു ശബ്ദം അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാതെ കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി തന്നെ ഇങ്ങനെ അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കുന്നതിന് എന്താണ് നമ്മൾ പറയുക? ടിനി ടോം ചിലപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ചെയ്തതായിരിക്കും. എല്ലാ പരിപാടികളിലും സ്വന്തം സൗണ്ടിൽ മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കലാകാരനാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ടിനി ടോമിന് ഒരു കുറച്ചുകൂടി പബ്ലിസിറ്റി വേണം. അതിന് ഈ പറയുന്ന പ്രേം നസീറൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പോയി കഴിഞ്ഞാൽ ചരിത്രം എന്നിലൂടെ അല്ലെങ്കിൽ സത്യം എന്നിൽ കൂടെ വെളിപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കാമെന്നുള്ളത് കൊണ്ടായിരിക്കണം ടിനി ടോം ഈ ഒരു പ്രസ്താവനയായിട്ട് വന്നത്. എന്തായാലും അത് അടപടല മൂഞ്ചി ഇപ്പോൾ ഈ എയറിലാണ്, ഫുൾ എയറിലാണ്. സിനിമയിൽ നിന്നും അല്ലെങ്കിൽ അതിന് പുറത്തു നിന്നുമുള്ള ആളുകളെല്ലാം വട്ടത്തിലിട്ട് ഊക്കുകയാണ്. എന്നിട്ട് ടിനി ടോം ഇപ്പോൾ മാപ്പപേക്ഷയായിട്ട് വന്നിട്ട് പറയുന്നത്, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഭാഗം അതിൻ്റെ എവിടുന്നോ ചുരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അങ്ങനെ, എനിക്ക് ഈ പറയുന്ന ഈ നമ്മുടെ പ്രേം നസീറുമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടും മരുമകനുമായിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്, ഞാൻ അവരുമായിട്ടെല്ലാം സംസാരിക്കാറുണ്ട്. എന്നിട്ട് പോലും ഈ പറയുന്ന പ്രേം നസീറിനെ പറ്റി പറഞ്ഞപ്പോൾ ടിനി ടോം എന്തുകൊണ്ട് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ടിനി ടോം ഇവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരോട് ചോദിച്ചില്ല, ഈ പറഞ്ഞത് സത്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള തെളിവ് എന്താണ് എന്ന് ചോദിച്ചില്ല. പ്രേം നസീറിനെ ഒരു തിണ്ണ നിരങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരച്ച് കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ ടിനി ടോം കാണിച്ചൊരു പരിപാടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ടിനി ടോമിൻ്റെ മാപ്പപേക്ഷയാണ്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കോപ്പുമില്ലല്ലോ, അതുവരെയുള്ള പബ്ലിസിറ്റിയും കിട്ടും. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു പേരൂടെ കിട്ടും. എന്താ, പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വലിയൊരു വ്യക്തി വന്നിട്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു പേരൂടെ കിട്ടുമ്പോൾ നല്ലൊരു ക്രെഡിറ്റ് അല്ലേ. അത് വെച്ചിട്ട് കുറേ സിനിമയും കിട്ടും, പരിപാടികളൊക്കെ കിട്ടും, കുറച്ച് വിവാദങ്ങളിൽ അങ്ങോട്ട് പെടാമെന്ന് വിചാരിച്ചതായിരിക്കും. പക്ഷേ അണ്ണം മൂഞ്ചിപ്പോയി. നമുക്ക് അണ്ണൻ്റെ മാപ്പപേക്ഷയോടൊന്ന് കേട്ടു നോക്കാം. ഞാൻ ടിനി ടോം, ഞാൻ UK യിലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ്? ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് വായിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ല റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് കാൽക്കാൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്, ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെമ്പർഷിപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ
ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്നെ കൊണ്ട് ആരോ പറഞ്ഞത് കേട്ട് വന്നിട്ട് നസീർ സാർ വിഷമിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് വാല്യൂ ആണ് ഈ ഒരു കാര്യം പറയാനുള്ളത്? കഷ്ടമാണ് ടിനി ടോമേ നിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. വല്ലാത്ത കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഈ പറയുന്ന പ്രേം നസീർ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം മരിച്ചത് കൊണ്ട് സിനിമ പൂർത്തിയാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ വരെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത്രയും വലിയ ആരാധകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അങ്ങ് അഗാധമായി അദ്ദേഹത്തിനെ പ്രണയിക്കുന്ന അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടിനി ടോം എന്ന് പറയുന്ന ഒരു കലാകാരന് ആ വ്യക്തിയെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചരിത്രം മനസ്സിലായിട്ടില്ല. ആരോ എന്തോ പറഞ്ഞു, അദ്ദേഹത്തിനോട് പകയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വിദ്വേഷമുള്ള ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ വന്നിരുന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയാണ് അത് പ്രേം നസീർ മരിച്ചത് ഈ വിഷമം കൊണ്ടാണെന്ന്. ആ പ്രേം നസീർ എന്ന് പറയുന്ന വ്യക്തി കലയും കഴിവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് അതിനനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും കിട്ടിയിട്ടുണ്ട്, അതിനുതകുന്ന ഒരുപാട് അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. കഴിവില്ലാത്തവനെ എപ്പോഴും സമൂഹം മാറ്റി നിർത്തും. അതൊന്ന് മനസ്സിലാക്കുക ടിനി ടോമേ. സ്വന്തം സൗണ്ടിൽ നിന്ന് മാറ്റി മറ്റുള്ളവരുടെ സൗണ്ടിൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു മിമിക്രി കലാകാരനാവുന്നത്. അല്ലാതെ വിനായകൻ്റെ സൗണ്ട് വന്നിട്ട് ഇപ്പം ഞാൻ പറയുകയാണ് വിനായകൻ എന്ന് പറഞ്ഞിട്ട് ആശാനെ അമ്മര് വലിയ ടീമാണ് ആശാനെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വിനായകനാവുക? അവിടെ ഞാൻ പറയേണ്ടത് ഇങ്ങനെയല്ലേ, ആശാനെ അമ്മര് മുട്ടൻ ടീമാണ്, അമ്മര് നമ്മളെ ഉറക്കും ആശാനെ, ആ പെണ്ണില്ല പന്നി അവനെന്നെ ഇട്ടുകൊടുത്ത് അവനായിട്ട് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അവിടെ വിനായകനാവുക? അല്ലാതെ ഞാൻ വന്നിട്ട് ഇതാണ് വിനായകൻ എന്ന് പറഞ്ഞാൽ അതാണോ വിനായകൻ? അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം നിത്യഹരിത നായകനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആരാധിക്കുന്ന, ഇന്നും ആരാധിക്കുന്ന, ഇന്നലകളിൽ ആരാധിച്ച അങ്ങനെയുള്ള ഒരു വലിയൊരു വ്യക്തിത്വത്തിനെ പറ്റി വിമർശിക്കുക, അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാം. അല്ലാതെ വിപ്ലവം ഉണ്ടാക്കണം, വിമർശനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്വേഷം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നീട് റീച്ച് ആക്കാം, പിന്നീട് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഉള്ള റീച്ചോടെ പോവും, ഉള്ള ഒരു പബ്ലിസിറ്റിയോടെ പോവും. അപ്പോൾ മിമിക്രിയിൽ അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് താൻ എന്തെങ്കിലുമായിട്ട് തിളങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ നോക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും നേടാനില്ല ടിനി ടോമേ. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമയൊന്നുമില്ല, സിനിമയില്ലാത്ത സ്വന്തം കഴിവിനെ ഒന്ന് വിലയിരുത്തിയിട്ട് അതിന് വേണ്ടുന്ന എന്തെങ്കിലും പോളിഷ് ചെയ്ത് അതിനെ ഒന്ന് വാർണിഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ആ പേരിൽ കൂടി കുറച്ച് സ്റ്റാർഡം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ മൂഞ്ചി ഇരിക്കുകയുള്ളൂ.